മനു, നമ്മൾ ഇനി കാണാൻ പോകുന്ന മുമ്പ് നമ്മൾ കണ്ടത് ഒരു കോട്ടയംകാരിയെ, ഒരു തിരുവനന്തപുരത്തുകാരനെ, അതിനു മുമ്പ് കണ്ടത് ഒരു പാലക്കാടുകാരനെ, അതിനു മുമ്പ് ഒരു കണ്ണൂരുകാരനെ. ഇനി ഒരേ ജില്ലയിലെ ഒരേ നാട്ടിലെ ഒരേ സ്കൂളാണോ എനിക്കറിയില്ല, ആണെന്ന് തോന്നുന്നു. അതെ, ഒരേ സ്കൂളിലെ രണ്ടുപേര്. ആയിക്കോട്ടെ, വിളിക്കാം അല്ലേ? മക്കളെ ബാ, വിളിക്കാനും നിൽക്കണ്ടെങ്കിൽ പോന്നാൽ മതി, ചാടിക്കറങ്ങി വന്നോണം. ഇവർ നമ്മളെ എവിടെ നിന്ന് തിരക്കി വന്ന മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് പ്രത്യേക സ്നേഹമാണ്. ഞാനീ പറഞ്ഞു നിങ്ങൾ ഒരേ സ്കൂളാണെന്നൊക്കെ പറഞ്ഞു ഒരേ തള്ളായിരുന്നു. സത്യമാണോ? അതെ അതെ, സത്യമാണ്, സത്യം. ഒരു സൂചന വെച്ച് തട്ടിയതാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കേ. ഞാൻ ലക്ഷ്മി എസ് പ്രസാദ്. ഞാൻ ശ്രീഭുവൻ. ഞങ്ങൾ BSS ഗുരുകുലം സ്കൂളിൽ നിന്നാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ബെസ്റ്റ് ഹൈസ്കൂൾ കപ്പ് നിലനിർത്തുന്ന ഞങ്ങളാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ 10 വർഷമായിട്ട് ബെസ്റ്റ് ഹൈസ്കൂൾ കപ്പ് നിലനിർത്തുന്ന സ്കൂളാണ് അവർ. ഇപ്രാവശ്യം ഹൈസ്കൂൾ കപ്പിന്റെ കൂടെ ഹയർ സെക്കൻഡറി കപ്പും ഞങ്ങൾ നേടിയെടുക്കാനായിട്ട് തയ്യാറാണ്. എടുക്കുമെന്നാ അല്ലേ? അതിലൊരു ഡൗട്ടും ഇല്ല. കലോത്സവം തുടങ്ങിയിട്ടില്ല, അത് ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മയുണ്ട്. ഇതുപോലെ ഉഷാറായിട്ട് വേറെ വന്നിട്ടുണ്ട്. ഞങ്ങളെ അട്ടിമറികളുണ്ടാവും, അട്ടിമറികൾ ഇല്ല. ഓക്കെ, അപ്പൊ ശ്രീഭുവന്റെ ഇവന്റ് ഏതൊക്കെയാണ്? എന്റേത് മാപ്പിളപ്പാട്ട്, ഉറുദു ഗസൽ, ലൈറ്റ് മ്യൂസിക്, പിന്നെ കൂടാതെ ഗ്രൂപ്പ് സോങ്, വട്ടപ്പാട്ട്. ഒരു മ്യൂസിക് ഷെല്ലാണ് അല്ലേ? ഒരു ഷെൽഫാണ് അല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ ലക്ഷ്മിയോ? ഞാന് മാപ്പിളപ്പാട്ട്, ഒപ്പന, പിന്നെ മലയാളം ഗ്രൂപ്പ് സോങ്. ഒപ്പന പങ്കാളിയാണ് അല്ലേ? ആ ടീമിലുണ്ട് അല്ലേ? പിന്നെ വട്ടപ്പാട്ടോ? മലയാളം. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലാത്ത ശ്രീഭുവൻ, ഇത്രയും മ്യൂസിക്കൽ ഇവന്റ് എല്ലാം കൂടെ ഒരു ക്ലാഷ് ഉണ്ടാവില്ലേ? ഒരിടത്ത് മാപ്പിളപ്പാട്ട്, മറ്റു ഭാഗത്തിൽ ലളിതഗാനം, അത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഉറുദു ഗസൽ അല്ലേ? ഈ കർണാടക സംഗീതം മത്സരം, ശാസ്ത്രീയ സംഗീതം ഇല്ലേ? ശാസ്ത്രീയ സംഗീതം ഇല്ലല്ലേ, ഇപ്രാവശ്യം ഇല്ല. ഞാൻ കാണാറുന്നല്ലേ? അതിലും കാണാറുണ്ടോ? അയ്യോ, ഉറുദു പാടി വരുമ്പോഴത്തേക്ക് അത് ലളിതഗാനമായി പോകുന്നു, ലളിതഗാനം പാടി വരുമ്പോൾ അത് എന്താ പറയുന്നത്, മാപ്പിളപ്പാട്ടായി പോകുന്നു. ഇങ്ങനെ സംഭവിക്കത്തില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങള് സംഭവിച്ച ഇതുപോലെ കപ്പടിക്കാൻ പറ്റില്ലല്ലോ 10 വർഷം. അതെ അതെ അതെ, തീർച്ചയായും. എനിക്കിഷ്ടം ഉറുദു ഗസലാണെങ്കിലോ 4 വരി. യെസ്, തീർച്ചയായും. उठ के मंजिल ही अगर आए तो शायद कुछ हो, उठ के मंजिल ही अगर आए तो शायद कुछ हो, शौक़ मंजिल, शौक़ मंजिल, शौक़ मंजिल तो मेरा आब पाओ बैठा, एक बस तू ही नहीं मुझसे खफा हो बैठा, मैंने जो संग तराशा वो खुदा हो बैठा, एक बस तू ही नहीं मुझसे खफा हो बैठा. കൈയടിച്ചു കഴിഞ്ഞു. മോളുടെ പാട്ടിലൂടെ കേൾക്കണ്ടേ? നമുക്ക് മാപ്പിളപ്പാട്ടിൽ ഒരു പിടുത്തം പിടിച്ചാലോ? ശിങ്കർ ബദരംഗ തലത്തിൽ പൊങ്കിയ ഹർബിനൊരുങ്ങിയ വീരർ ശുജേർ കുഫുവൊത്ത വറപ്പടി അത്തലമിൽ വൊലബായി കരുത്ത് പൊങ്കിടും സ്വഹബർകൾ നിര നിര നിരയായി ചൊങ്കിലെ നബി സൊഫിൽ ഒരു കുന്നു ശരിയായി അങ്കയോ സവതപ്പോൾ ഒരു പടി അമ്മമായി തങ്ങളോ നളർത്തിടകിത് ഹോടുമയമായി മയത്തിൽ ബത്തു നിലനമർത്ത് സവതുടൻ ചൊടിത്ത് ചൊല്ലിടലായി ചെവിത്ത് നബിയെപ്പോൾ വലിത്ത് മനമിലെ തരിത്ത് നിന്തിടലായി. ശിങ്കർ ബദരംഗ തലത്തിൽ പൊങ്കിയ ഹർബിനൊരുങ്ങിയ വീരർ ശുജേർ കുഫുവൊത്ത വറപ്പടി അത്തലമിൽ അവിടെ നിർത്തിയാലേ വേഗം ഇത് മാപ്പിളപ്പാട്ട് പാടും. അതെ അതെ, പാടും.
മദിനേശം നബി മൂസ ഉദിപാശം മനമിനുസ അതിലേശം വബി കസസ മദിനേശം നബി മൂസ ഉദിപാശം മനമിനുസ അതിലേശം വബി കസസ മദിയനിലണേ സ്തുതി മഹാജഗപതി വിധി വിധമിതു കഥ കവിതു മൊഴിവതു വിധം അതിശയമിതിൽ ശതതായി ശതതുടയോർ ചുടറിടം വടി വടിവുടെ ചടുലമേ തടിബെട നബിക്കെടാ അടിമുടി വടിവാലും തടിയുടൽ കടുപ്പെടുവോർ കടുപ്പമെ കിബിറകം കടു കഠിനളവിൽ തടി ഫറോവ അതിസുഖം മൂനയാ. മനു, നമ്മൾ പട്ടർമാലിന്റെ ഓഡീഷനാണ് നടത്തിയത് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഷോയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഗായകരായി വളർന്നു വരുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഗന്ധർവ സംഗീതമാണ്. ദാസേട്ടൻ്റെ ഗാനഗന്ധർവൻ KJ യേശുദാസിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കൈരളിയുടെ ആ ഒരു ക്ലാസിക് ശൈലിയിലുള്ള പരിപാടിയാണ്. ഇപ്പം പുതിയ കാലത്ത് ഒരുപാട് മ്യൂസിക് ഷോസ് വരുന്നുണ്ട്. നിങ്ങളെയൊക്കെ വല്ലാതെ അത് ആകർഷിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അവിടെ ഒരുപാട് സ്ക്രീനുകളിൽ നിങ്ങളെ ഇനി അങ്ങനെയൊക്കെ കാണാനിരിക്കുന്നു. നിങ്ങളിലെ പാട്ടുകാരെ ആളുകൾക്ക് വേഗത്തിൽ കുറെ കൂടി മനസ്സിലാവാൻ, ഈ പാട്ടുകൾക്കപ്പുറം നിൽക്കുന്നവർക്ക് മനസ്സിലാവാൻ ഇഷ്ടമുള്ളൊരു സിനിമാ പാട്ടിൻ്റെ 4 വരി പാടാമോ? മോളും ഒന്നിച്ച് പാടുന്നോ? ഏതാണ്? എന്നാ വേണ്ട. അല്ല അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെ ഒരാൽമര ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുരമാളിക തീർത്തു അതിൽ നാം ഒന്നായാടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നീലാവിൽ. കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ ഒരു സിംഗിങ് ക്വാളിറ്റി ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ഒരു രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ, മലയാളികൾക്ക് പ്രിയതരമായിട്ടുള്ള 2 പാട്ടുകളാണ് രണ്ടുപേരും സെലക്ട് ചെയ്ത്. വളരെ സ്പോട്ടിലാണ്, കൂടുതൽ ആലോചിക്കാനോ ഒന്നുമുള്ള സമയമില്ലാതെ നമ്മുടെ മുമ്പിലേക്ക് വളരെ സഡൻ പാട്ടിലേക്കാണ് രണ്ടുപേരും പോയത്. താങ്ക് യു. അപ്പോൾ ഗംഭീരമായ പ്രകടനം കഴിഞ്ഞ് സമ്മാനമൊക്കെ നേടി നേരെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വാട്ടോ. നമുക്ക് കൂടുതൽ പാട്ടുകളൊക്കെ പാടാം. താങ്ക് യു.